ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 1880 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരും. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നഷാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പുരസ്കാരം കേരളത്തിന്. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 16ാമത് ഭാരതീയ അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഈ നേട്ടം. തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ SS നോബിൾ ഗ്രേഷ്യസ് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങും. മരണാനന്തര അവയവദാന പ്രക്രിയ വിജയകരമാക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും ആരോഗ്യമന്ത്രി K മുരളീധരൻ അഭിനന്ദിച്ചു. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. പുതുക്കിയ നിർദ്ദേശപ്രകാരം വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. പുതുക്കിയ നിർദ്ദേശങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് DGPക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മാവേലി സ്റ്റോറുകൾ ഘട്ടം ഘട്ടമായി സൂപ്പർ സ്റ്റോറുകളായി ഉയർത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ എല്ലാ പ്രധാന നഗരങ്ങളിലും ആരംഭിക്കും. ആദ്യ സ്റ്റോർ എറണാകുളം വൈറ്റിലയിൽ ആരംഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. കേരളത്തിൽ നാളെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ 3 മെഡലുകൾ ഇന്ത്യ ഉറപ്പിച്ചു. അസ്മിത ദേ, ഹർഷ് സിംഗ്, യാമിനി മൌര്യ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ ഫൈനലിൽ പ്രവേശിച്ചു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മേളയായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12ാമത് എഡിഷന് ആവേശകരമായ തുടക്കം. നാളെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ മാറ്റുരയ്ക്കുന്ന പ്രൊഫഷണൽ വിഭാഗം മത്സരങ്ങൾ നടക്കും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഈഡിസ് കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഇടവിട്ട് പെയ്യുന്ന മഴ കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നതിനാൽ ഓഗസ്റ്റ് 3, 4 തീയതികളിൽ എല്ലാവരും കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.